നമ്മൾ ഈ സമയം ഒരു വചനം വായിച്ച് നമുക്ക് ധ്യാനിക്കാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 15 മുതലുള്ള 15ഉം 16ഉം തിരുവചനമാണ്. ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു. 16-ാമത്തെ വചനം പറയുകയാണ്, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അച്ഛൻ ഇഷ്ടംപോലെ മദ്യക്കുപ്പി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പതിവ് ശീലം ഉണ്ടായിരുന്നു. അച്ഛൻ കൊണ്ടുവരുന്ന മദ്യം ബാക്കി തീർക്കുന്ന സ്വഭാവം എൻ്റെ ആയിരുന്നു. എല്ലാ ദിവസവും കൊണ്ടുവരുന്ന മദ്യം നോക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 1977 കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് വേണ്ടി ഇറങ്ങി. ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. മദ്യത്തിൻ്റെ ഡോസ് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. അങ്ങനെ ലാവിഷമായിട്ട് മദ്യമൊക്കെ കുടിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ മരിച്ചു പോയതുകൊണ്ട് അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. ആ 2ാം അമ്മയുടെ വരവോട് കൂടി മനസ്സിലാകെ നിരാശയായി ദുഃഖമായി ഉള്ള സമാധാനം നഷ്ടപ്പെട്ടവർ പോലെ ഉള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോയി. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഓരോ ദിവസവും ജോലിയും കഴിഞ്ഞ് മദ്യപിച്ച് എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അച്ഛനും അമ്മയും കൂടി അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയും, ഇവനെ കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരമുള്ളത്? ഇവൻ എവിടെയും പോയി മരിക്കാൻ പാടില്ലേ? ഇവൻ എന്തിനാണ് ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഇവർക്ക് എന്നെ വേണ്ട എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിതം? അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് വിഷത്തിൽ കലർന്നു കുടിക്കാനുള്ള മദ്യം എൻ്റെ മുറിക്ക് റൂമിനകത്ത് സ്റ്റോക്ക് ചെയ്തു. ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്നും വാഴക്കടിക്കുന്ന വിഷം മേടിച്ച് സ്റ്റോക്ക് ചെയ്തു. ഞാൻ എൻ്റെ മുറിക്കകത്ത് സ്റ്റോക്ക് ചെയ്തു. അന്ന് ഞാൻ ജോലിക്ക് പോയി. തിരിച്ചു വരുമ്പോൾ നന്നായിട്ട് മദ്യപിച്ചാണ് പോരുന്നത്. സാധാരണത്തെ പോലെ ഞാൻ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ സാധാരണത്തെ പോലെ അവർ പറഞ്ഞു തുടങ്ങി, ദേ വരുന്നുണ്ട് ഒരുത്തൻ, ഇവനെ കൊണ്ട് ഉപകാരമില്ല, എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്, ഇവനെ മരിക്കണമല്ലോ എന്നുള്ള ചിന്ത ഇവരിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഇന്നും കൂടെയല്ലേ പറയുള്ളൂ, നാളെ പറയാനായിട്ട് ഞാൻ ഉണ്ടാവില്ല. ഇങ്ങനെ തീരുമാനിച്ചു. വീട്ടിനകത്ത് കയറിയ കഥ കടയ്ക്കുക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം എടുക്കണമെങ്കിൽ കഥക്ക് തല്ലിപ്പൊളിക്കണം. പക്ഷേ ഈ ലക്ഷ്യത്തോടുകൂടി ഞാൻ കടന്നു വരുന്നു. എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ച സമയം ഞാൻ പുറകോട്ട് കുഴഞ്ഞു വീണു. ഞാൻ അവിടെ കിടന്നുറങ്ങി. ഞാൻ വീഴുന്ന സമയത്ത് എൻ്റെ അച്ഛനൊരു വാക്ക് പറഞ്ഞു, അവൻ അവിടെ കിടന്ന് മരിക്കണമെങ്കിൽ മരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി, നേരം വെളുപ്പിച്ചു. പക്ഷേ റൂമിനകത്ത് കയറാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നും മരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്ത കാലഘട്ടത്തിൽ പോലും നമ്മുടെ പുറകെ നടന്നുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ, എന്നെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു വെച്ചതായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് മരിക്കാനായിട്ട് സാധിക്കാതിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ സംഭവവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയുമ്പോൾ, എന്നെ ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകേണ്ട ജീവിതമായിരുന്നു. ആ ജീവിതം വീണ്ടും കർത്താവ് വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനും വീണ്ടും ജീവൻ പ്രാപിച്ച് ഈ കാലഘട്ടം വരെ ജീവിക്കാൻ ദൈവം ഈ ഭൂമിയിൽ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും വേദനകളുമെല്ലാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശകളുമെല്ലാം ദൈവം ഏറ്റെടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്ക് ജീവിക്കാം. അതുപോലെ എന്നെ അനുഗ്രഹിച്ച ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ച ദൈവം, ആ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.